വലിയ വ്യക്തിപരമായിട്ടും വലിയ നഷ്ടമാണ്. കേരളത്തിന് തന്നെ വലിയ നഷ്ടമാണ്. ഈ വിളിക്കുന്നത് പോലെ കളക്റ്റീവായിട്ട് നമ്മളത് പരിഹരിക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ വേറെ എന്താണ് ഇപ്പോൾ പറയുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ആ നഷ്ടത്തെക്കുറിച്ച് അങ്ങനെ ആഴത്തിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ പോലും അല്ല ഇപ്പോൾ. പിന്നെ കുറേ നാളായിട്ട് അദ്ദേഹം മൗനമായിരുന്നു. അതുകൊണ്ടൊരു വിടവ് ഇതിനു മുമ്പ് തന്നെ നമ്മൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അതുമായിട്ട് ഏകദേശം പൊരുത്തപ്പെട്ട് തുടങ്ങി എന്ന് പറയാം. അതുകൊണ്ടാവാം ഇത് സിങ്കിൻ ചെയ്യുന്നത് എന്നാണ് ഞാൻ. ഇപ്പോൾ ഒരുപാട് കാലം പ്രവർത്തിച്ച ജോസഫ് സി മാത്യു ആണ് നമ്മോട് സംസാരിച്ച്. അവർക്കൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ടാകും. VS എടുത്ത കർക്കശമായ നിലപാടുകൾ, നിശ്ചിതമായ വെല്ലുവിളികൾ, പ്രതിസന്ധികൾ, പൊതുപ്രവർത്തനം തന്നെ ജീവിതത്തിൽ കീറാമുട്ടിയായി നിന്ന സന്ദർഭങ്ങളിലൊക്കെ ധീരമായ തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് പോയ VS എന്ന അതികായനായ രാഷ്ട്രീയ പ്രവർത്തകൻ. ഇതെല്ലാം നമ്മളിപ്പോൾ ആലോചിക്കുകയാണ്. കാലം സാക്ഷിയാക്കി അദ്ദേഹം തീരുമാനിച്ച ചില കാര്യങ്ങൾ, ഈ പരിസ്ഥിതിക്ക് വെല്ലുവിളിയായപ്പോഴൊക്കെ തന്നെ അവിടേക്ക് നടന്നു ചെല്ലാൻ ധൈര്യം കാണിച്ച പൊതുപ്രവർത്തകൻ. ഒരുപക്ഷെ പരിസ്ഥിതി പ്രവർത്തനത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ജനങ്ങൾ ചർച്ച ചെയ്ത ഒരു പേര് കൂടിയാണ് VS അച്യുതാനന്ദൻ. ഗോപികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഒരുപക്ഷെ ഇന്ന് ഗോപികൃഷ്ണൻ കേരളം അറിയുന്നു, ഒരു കാലഘട്ടത്തിൻ്റെ തിരിശീല ഇവിടെ വീഴുകയാണ്. ആദർശ ശുദ്ധിയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏറ്റവും വലിയ ജീവിത വെളിച്ചമെന്ന് തിരിച്ചറിഞ്ഞ ഒരു നേതാവിൻ്റെ വിയോഗമാണ് ഇന്നുണ്ടായത്.